ഹായ്. നമ്മുടെ വീട് ശരിയല്ല, നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ്, ഇവിടെ നിന്നിട്ട് ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പലരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പല കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തിൽ പോലെ നമ്മുടെ വീട്ടിലെ എനർജിയിലും വ്യത്യാസം വരാം. എന്നാൽ നമുക്ക് തന്നെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പല കോഴ്സുകളിലും അതിന്റെ ഭാഗമായി നമ്മുടെ വീട്ടിലെ ഓരോ റൂമിന്റെയും എനർജി നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യാറുണ്ട്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അഫർമേഷൻസ് ആണ്. നമ്മുടെ പല പ്രോഗ്രാമുകളിലും അഫർമേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ശരീര അവയവങ്ങളിൽ മാറ്റം വരുന്നതൊക്കെ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ വീടിന്റെ മാറ്റത്തിനായും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ ടെക്നിക്ക് തന്നെയാണ്, അഫർമേഷൻസ്. നമ്മുടെ വീടിന്റെ മാറ്റത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹവായിയൻ ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ നിന്ന് ഏറ്റവും പ്രശസ്തിയിലേക്ക് എത്തിച്ചത് ഡോക്ടർ ഹ്യൂലിയൻ എന്നൊരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ഇതിനെ പ്രശസ്തിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ 750ഓളം പേഷ്യൻസിന് വേണ്ടി അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഈ അഫർമേഷൻസ് അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തപ്പോൾ ആ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൂട്ടുന്ന ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നതും ആ അത്ഭുതകരമായ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഹ്യൂലിയനെ അവരെല്ലാം ഇൻ്റർവ്യൂ ചെയ്യുന്നതും. അപ്പോഴാണ് അദ്ദേഹം ആ മാന്ത്രിക വാക്കുകളെ അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഈ 4 മാന്ത്രിക വാക്കുകളിലൂടെയാണ് ആ 750 വരുന്ന മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ആ പേഷ്യൻസിനെ നോർമലാക്കി ആ ഹോസ്പിറ്റൽ അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്കായി ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ എനർജിയെ, അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനാണ്. നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റൂം അത് വൃത്തിയാക്കിയതിന് ശേഷം പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ഇതേപോലെ വീടിനെ ചൊല്ലി പല പ്രശ്നങ്ങളുണ്ടായി. അവരിതേപോലെ അത് ഇവർക്ക് ഒരിക്കലും സെറ്റാവാത്തൊരു വീടാണ്, അങ്ങനെ അതിനെപ്പറ്റി എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിലൂടെ അവർ ഇത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് ഒരു 21 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമേസിങ് ചേഞ്ചാണ് അവരുടെ ലൈഫിൽ വന്നത്. കാരണം അവരിപ്പോൾ പുതിയൊരു ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരതിനെ ഒരു ഭാഗ്യമുള്ളൊരു വീടായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ അവർക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ വീടാണെന്ന് വിചാരിച്ചിരുന്ന അവർ ഈ ഒരു ടെക്നിക്കിലൂടെ ഇന്ന് അവരൊരു ഭാഗ്യ വീടാക്കിയാണ് അതിന് മാറ്റിയത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കാം ഈ ഒരു മാർഗം. അപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൃത്തിയാക്കിയ റൂമിൽ ഇത് പ്ലേ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ വലതേ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ പൂർണ്ണമായും ഇതിൽ ഉൾക്കൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് നമുക്കിത് പറയാവുന്നതാണ്. നിങ്ങളിത് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബ്രീത്ത് എടുത്ത് വരുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ ചാൻഡിങ് ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾ ആ വീഡിയോയിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പ്ലേ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, മറ്റുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായി ഉപയോഗിക്കുക. നിങ്ങളുടെ എല്ലാവരെയും ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ, ഇത് യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.